മേപ്പാടിയിലും പരിസരങ്ങളിലും അനിയന്ത്രിത ടൂറിസം നടക്കുന്നുണ്ടെന്ന് സൗത്ത് വയനാട് DFO അജിത് രാമൻ. ഇത് അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വനം വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർ നടപടി ഉണ്ടായില്ല. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. നിർമ്മാണങ്ങൾ താങ്ങാനുള്ള ശേഷി ഇവിടെയുള്ള ഭൂമിക്കില്ല എന്നും സൗത്ത് വയനാട് DFOയുടെ വാക്കുകൾ. സൂചിപ്പിച്ചത് 2023 ഈ പറയുന്ന നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടി ചേർന്നുള്ള പഠനങ്ങളിൽ ഈ പറയുന്ന ഭാഗത്തുള്ള സ്വകാര്യ റിസോർട്ടുകളുടെ ആധിക്യവും അതുമൂലമുണ്ടാവുന്ന പാരിസ്ഥിതിക ദോഷങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് 900 കണ്ടി അതുപോലെയുള്ള ഭാഗങ്ങളിലും ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന സംയുക്ത സംഘം പരിശോധിക്കുകയും ഈ കൂടുതലായിട്ട് ഇവിടെ വരുന്ന ഈ ലാൻഡ് യൂസ് പാറ്റേണിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 45 ഡിഗ്രി ചെരിവുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതാണ്. റെഡ് കാറ്റഗറിയിൽ വരുന്ന സ്ഥലമാണ്. 1984 അവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. 100 വർഷം മുമ്പും ഇവിടെ ഉരുൾ പൊട്ടിയ മേഖലയായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലാൻഡ് യൂസ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുമെന്ന് നമ്മൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അത് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേസും സർവീസ് ടു വില്ലാസൊക്കെ എക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷേ റിസോർട്ട് എന്ന് പറയുമ്പോൾ അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് കൂടുതലായിട്ടും ഈ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലുള്ള നിയന്ത്രണം വേണമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ സൂചിപ്പിച്ചത്. കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അത് അനുശാസിക്കും പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും.